അതായത് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ അവരുടെ കരുത്ത് കാട്ടിയ കാഴ്ചയാണ് ഇവിടെ നാം കണ്ടിരിക്കുന്നത്. സമുദായ താല്പര്യം മാത്രം നോക്കിയല്ല കൊച്ചി മേയറെ കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഗ്രൂപ്പുകളെ പ്രേരിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ്. ഇത് കെ.സി. വേണുഗോപാലിന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കൂടി കിട്ടിയ ഒരു പ്രഹരമാണ്. ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും എ ഗ്രൂപ്പ് മരിച്ചിട്ടില്ല. അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതും. ഐ ഗ്രൂപ്പിനെ പലതായി വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും പിളർത്തിയിട്ടുണ്ടെങ്കിലും ഐ ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഇപ്പോഴും ചെന്നിത്തലയുടെ കൂടെ തന്നെയാണ്. ആലപ്പുഴ എം.പി. ആയ കെ.സി. വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 1 ഡസൻ എംപിമാരെയെങ്കിലും ഹൈക്കമാൻഡിന് മത്സരിപ്പിക്കേണ്ടതായി വരും. പണ്ട് വൈരികളായിരുന്ന എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാമെങ്കിൽ കോൺഗ്രസിൽ ഇനി പലതും സംഭവിക്കും. കോൺഗ്രസില് ഇപ്പൊ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? അധികാരം പിടിക്കാൻ ഇറങ്ങി തിരിച്ചവര് അടിച്ചു വിരിയുമോ? സത്യത്തില് കേരളത്തിലെ കോൺഗ്രസിന്റെ നിയന്ത്രണം ആർക്കാണ്? ഗ്രൂപ്പുകൾ തന്നെയാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പ്. KPCCയെ ഹൈക്കമാൻഡിൽ നിന്നും നിയന്ത്രിക്കുന്ന കെ.സി. വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ദീപ്തി മേരി വർഗീസിനെയാണ് ഇവിടെ തഴഞ്ഞിരിക്കുന്നത്. ദീപ്തിയെ മേയറാക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് അവരെ മത്സരിപ്പിച്ചിരുന്നത്. KPCC ജനറൽ സെക്രട്ടറി ആയതിനാൽ ദീപ്തി ആകുമെന്ന് തന്നെയാണ് UDFന് നഗരസഭയിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജനങ്ങളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ആ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ ഇവിടെ തെറ്റിയിരിക്കുന്നത്. തെറ്റിച്ചു എന്ന് പറയുന്നതാകും കുറച്ചുകൂടി ശരി. ഇയാൾ ആ പറഞ്ഞ കാര്യം ശരിക്കും എനിക്ക് വ്യക്തമായില്ല. അതായത് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ അവരുടെ കരുത്ത് കാട്ടിയ കാഴ്ചയാണ് ഇവിടെ നാം കണ്ടിരിക്കുന്നത്. സമുദായ താല്പര്യം മാത്രം നോക്കിയല്ല കൊച്ചി മേയറെ കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ടും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഗ്രൂപ്പുകളെ പ്രേരിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ്. ഇത് കെ.സി. വേണുഗോപാലിന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കൂടി കിട്ടിയ ഒരു പ്രഹരമാണ്. കാരണം കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിച്ചിരുന്നത് വി.ഡി. സതീശനായിരുന്നു. സതീശൻ തന്നോട് നയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി ദീപ്തിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഗ്രൂപ്പുകൾ പിടിമുറുക്കിയപ്പോൾ സ്വന്തം തട്ടകമായിട്ട് പോലും പ്രതിപക്ഷ നേതാവ് പോലും നിസ്സഹായാവസ്ഥയിലായി പോയി എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ UDFന് വലിയ ഭൂരിപക്ഷത്തോടെ ഇനി സംസ്ഥാന ഭരണം ലഭിച്ചാൽ പോലും സതീശനും കെ.സി. വേണുഗോപാലിനും എങ്ങനെയാണ് ഇനി മുഖ്യമന്ത്രിയാവാൻ പറ്റുക? അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ സതീശനും കെ.സി. വേണുഗോപാലും അതങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഈ സംസ്ഥാന കോൺഗ്രസിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും ഗ്രൂപ്പുകൾക്ക് തന്നെയാണ് മേധാവിത്വം ഉള്ളത്. ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും എ ഗ്രൂപ്പ് മരിച്ചിട്ടില്ല. അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതും. ഐ ഗ്രൂപ്പിനെ പലതായി വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും പിളർത്തിയിട്ടുണ്ടെങ്കിലും ഐ ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഇപ്പോഴും ചെന്നിത്തലയുടെ കൂടെ തന്നെയാണ്. ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കി പാർട്ടി പിടിച്ചെടുക്കാൻ ഇടപെട്ട കെ.സിക്കും അതുപോലെ തന്നെ സതീശനും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ലഭിച്ച അവസരം എയും ഐയും ഒരുമിച്ച് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ദീപ്തി തെറിച്ചത്. ഇത് പ്രതിപക്ഷ നേതാവിന്റെയും സംഘടനാ ജനറൽ സെക്രട്ടറിയുടെയും ഒപ്പം നിൽക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. സതീശന്റെയും കെ.സി. വേണുഗോപാലിന്റെയും കൂടെയുള്ളവര് ഇവര് മുഖ്യമന്ത്രിമാരാകുമെന്ന് കണ്ട് ഒപ്പം കൂടിയവരാണ്. അതിനുള്ള സാധ്യത കുറയുകയും ഇവര് വിചാരിച്ചാൽ പോലും പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അവർക്കിടയിലും സ്വാഭാവികമായിട്ടും ചോർച്ചകൾ സംഭവിക്കും. പാർട്ടിയിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് നിയമസഭാ സീറ്റുകൾ വേണ്ടപ്പെട്ടവർക്ക് നൽകുകയും അതുവഴി MLA-മാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് കെ.സി. വേണുഗോപാൽ നിലവിൽ മുന്നോട്ട് പോകുന്നത്. വി.ഡി. സതീശനാകട്ടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഉള്ളതിനാൽ UDFന് ഭരണം ലഭിച്ചാൽ ഹൈക്കമാൻഡിന് തന്നെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന ഒറ്റ വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്നത്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും ഈ ആഗ്രഹം നടക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന നേതാവും AI ഗ്രൂപ്പുകളും അപ്രസക്തമാകണം. അതെന്തായാലും സംഭവിക്കില്ല എന്ന് കൊച്ചി മേയറെ തീരുമാനിച്ചതിൽ തന്നെ വ്യക്തമായ സ്ഥിതിക്ക് ഇനിയാണ് കോൺഗ്രസിലെ യഥാർത്ഥ പോര് നടക്കാൻ പോകുന്നത്. അപ്പോൾ അഭിരാമി പറഞ്ഞു വരുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുമെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആ ഒരു സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല. പണ്ട് വൈരികളായിരുന്ന എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാമെങ്കിൽ കോൺഗ്രസിൽ ഇനി പലതും സംഭവിക്കും. കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ എണ്ണത്തിൽ ഐ ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ എ ഗ്രൂപ്പിന് ഉണ്ടായിട്ട് പോലും ആദ്യ ടൈമിൽ ഐ ഗ്രൂപ്പിലെ VK മിനിമോൾ മേയർ ആകട്ടെ എന്ന് എ ഗ്രൂപ്പ് തീരുമാനിച്ചുവെങ്കിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ
രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകട്ടെ എന്നവർ തീരുമാനിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോ ഹൈക്കമാൻഡ് നോക്കുകുത്തി ആകുമെന്നാണോ നമ്മളൊക്കെ കരുതേണ്ടത്? ചില സമയത്ത് അങ്ങനെ നോക്കുകുത്തി ആകേണ്ടിയും വരും. ഇവിടെ ഗ്രൂപ്പുകൾ പത്തി വിടർത്തി ആടിയ കാലത്ത് അത് തന്നെയല്ലേ ഹൈക്കമാൻഡ് ചെയ്തിരുന്നത്. നസ്രിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുറത്ത് കാണിക്കുന്ന ഈ ഒരു പിന്തുണയൊന്നും സംസ്ഥാനത്തെ കോൺഗ്രസിനകത്ത് KC വേണുഗോപാലിനില്ല, VD സതീശനും ഇല്ല. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനും പരിമിതികൾ ഏറെ ഉണ്ടാകും. ഈ KPCC ഭാരവാഹികളെ പ്രഖ്യാപിച്ചതുപോലെ നിയമസഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും ഇനി ഹൈക്കമാൻഡിന് കഴിയുകയില്ല. ഗ്രൂപ്പ് താല്പര്യങ്ങളും അതുപോലെ തന്നെ സാമുദായിക താല്പര്യങ്ങളും മുഖവിലക്കെടുക്കാതെ സ്ഥാനാർത്ഥികളെ എങ്ങാനും പ്രഖ്യാപിച്ചാൽ അവിടങ്ങളിലൊക്കെ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ റിബലുകൾ മത്സരിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. ഇടതുപക്ഷത്തിന് മൂന്നാമൂടം ഉറപ്പിക്കുന്ന അത്തരമൊരു വിഡ്ഢിത്തം ഹൈക്കമാൻഡ് ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തില് UDF ഭരണം പിടിച്ചില്ലെങ്കിൽ ആദ്യം തെറിക്കാൻ പോകുന്നത് KC വേണുഗോപാലിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്. അതോടൊപ്പം തന്നെ VD സതീശന്റെ കോൺഗ്രസിലെ ഭാവിയും തീരും. പിന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ വനവാസത്തിന് തന്നെ പോകേണ്ടതായിട്ട് വരും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് നിലവിൽ 69 വയസ്സായി. ഇത്തവണ UDFന് ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകാനുള്ള അവസാനത്തെ അവസരമാണ് മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരമാവധി അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. A ഗ്രൂപ്പുമായുള്ള കൂട്ടുകെട്ട് അതിൻ്റെ ഒരു ഭാഗമാണ്. ഉമ്മൻചാണ്ടി മാത്രമാണ് മരണപ്പെട്ടത്, അതല്ലാതെ A ഗ്രൂപ്പ് ഇല്ലാതായിട്ടില്ല എന്നത് ചെന്നിത്തലയ്ക്ക് കൃത്യമായിട്ട് അറിയാം. Aയും Iയും ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരുമിച്ച് ശബ്ദമുയർത്തിയാൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് അതൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ KCയോ? ആലപ്പുഴ MP ആയ KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 1/2 ഡസൻ MPമാരെയെങ്കിലും ഹൈക്കമാൻഡിന് മത്സരിപ്പിക്കേണ്ടതായി വരും. അതിൽ അടൂർ പ്രകാശും ഹൈബി ഈഡനും K സുധാകരനും ബെന്നി ബെഹനാനും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷും ഉൾപ്പെടെ വരും. KCക്ക് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്കും ആകാമെന്ന് അവർ പറഞ്ഞാൽ ഹൈക്കമാൻഡ് വെട്ടിലായി പോകും. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഒരു നേതാവിനെയും പിണക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുകയുമില്ല. ഇനി ഇവരെല്ലാം മത്സരിച്ചാലുള്ള സ്ഥിതിയെക്കുറിച്ച് താനൊന്ന് പറഞ്ഞേ. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞ MPമാരെല്ലാം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ പിന്നെ അധികാരത്തിന് വേണ്ടിയുള്ള അടിയുടെ പൊടിപൂരം തന്നെയാണ് നടക്കുക. അതിൽ കോൺഗ്രസിനെ ഒരു പിളർപ്പിൽ കൊണ്ട് ചെന്നെത്തിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. മാത്രമല്ല, ഈ MPമാർ രാജിവെക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ വിജയിച്ച് കയറുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെ ആവും.